യാത്രക്കാരന് നഷ്ടപരിഹാരം നൽകാത്ത പാലിയേക്കര ടോൾ പ്ലാസ അധികൃതർക്കെതിരെ വാറന്റുമായി തൃശൂർ ഉപഭോക്തൃ കോടതി. പണി പൂർത്തിയാകാത്ത റോഡിൽ ടോൾ നൽകേണ്ടി വന്ന യാത്രക്കാരന് നഷ്ടപരിഹാരം നൽകണമെന്ന ഉപഭോക്തൃ കോടതി വിധി പാലിക്കാതിരുന്നതിനാലാണ് ടോൾ പ്ലാസ അധികൃതർക്കെതിരെ വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. തൃശൂർ സ്വദേശി ജോർജ് തട്ടിൽ സമർപ്പിച്ച ഹർജിയിൽ കോടതി പുറപ്പെടുവിച്ച ഉത്തരവ് പാലിക്കാതിരുന്ന സാഹചര്യത്തിലാണ് കോടതി വാറന്റ് പുറപ്പെടുവിച്ചത്. ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി മാനേജിംഗ് ഡയറക്ടർക്കും എറണാകുളത്തെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രൊജക്ട് ഇംപ്ലിമെന്റേഷൻ യൂണിറ്റിനുമെതിരെയാണ് വാറന്റ്. ജോർജ് തട്ടിൽ സമർപ്പിച്ച പരാതിയിൽ പണികൾ പൂർത്തിയാകാത്ത റോഡിൽ യാത്ര ചെയ്തതിന് ടോൾ നൽകേണ്ടി വന്നെന്നും തെളിച്ചമില്ലാത്ത റെസീറ്റ് നൽകിയെന്നുമായിരുന്നു പരാതിയിലുണ്ടായിരുന്നത്. ഹർജി പരിഗണിച്ച കോടതി 10,000 രൂപ നഷ്ടപരിഹാരം നൽകാനായിരുന്നു പറഞ്ഞത്. ആവശ്യമായ വിവരങ്ങൾ ഉൾപ്പെടുന്ന ബില്ല് 1 മാസത്തിനുള്ളിൽ തന്നെ നൽകി തുടങ്ങണമെന്നും വിധിയിലുണ്ടായിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. എന്നാൽ കോടതി വിധിച്ചതിനനുസരിച്ചുള്ള നഷ്ടപരിഹാര തുക കമ്പനി ഇതുവരെ നൽകിയില്ല. കോടതി പറഞ്ഞ സമയപരിധിക്ക് ശേഷം ടോൾ നൽകി യാത്ര ചെയ്ത ജോർജിന് തെളിച്ചമില്ലാത്ത റെസീറ്റ് തന്നെയാണ് വീണ്ടും ലഭിച്ചത്. റെസീറ്റ് ഹാജരാക്കിയ ജോർജ് നടപടി ആവശ്യപ്പെട്ട് ഹർജി ഫയൽ ചെയ്തതോടെയാണ് വാറന്റ് പുറപ്പെടുവിച്ചത്. ഉപഭോക്തൃ കോടതി വിധി ലംഘിക്കുന്നത് 3 വർഷം വരെ തടവിനും 1 ലക്ഷം രൂപ പിഴയും ഈടാക്കുന്ന കുറ്റമാണ്. തൃശൂർ ഉപഭോക്തൃ കോടതി പ്രസിഡന്റ് സിറ്റി സാബു അംഗങ്ങളായ എസ് ശ്രീജ, ആർ റാം മോഹൻ എന്നിവരാണ് പോലീസ് മുഖേന വാറന്റ് പുറപ്പെടുവിച്ചത്. ഹർജിക്കാരന് വേണ്ടി അഡ്വക്കേറ്റ് AD ബെന്നി ഹാജരായി. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ കടന്നു പോകുന്ന ടോൾ പ്ലാസയാണ് പാലിയേക്കര. കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 5 വർഷത്തെ കണക്ക് പ്രകാരം ടോൾ പിരിച്ചതിൽ മുന്നിൽ നിൽക്കുന്നത് പാലിയേക്കര ടോൾ പ്ലാസയാണ്. 689.38 കോടി രൂപയാണ് ഇവിടെ നിന്ന് മാത്രം കേന്ദ്രം ഈടാക്കിയത്.